الله إن الله بصير بالعباد. بسم الله الرحمن الرحيم. إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما اللهم صل وسلم وبارك عليه. ഇവിടെ ഇങ്ങനെ ഒരുമിച്ച് കൂടാൻ തൗഫീഖ് നൽകിയ അള്ളാഹുവിനെ ആദ്യമായി നമുക്ക് സ്തുതിക്കാം. നാം ചെയ്യുന്ന ഒരർത്ഥത്തിലാണ് പറയുന്നത്, നാം ചെയ്യുന്ന കർമ്മങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു കർമ്മത്തിനാണ് നമ്മൾ ഒത്തുകൂടിയത്. ഈ മജ്ലിസിൽ പങ്കെടുക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്തത് വലിയ ഒരു അനുഗ്രഹമാണ്. എല്ലാ കർമ്മങ്ങളും നോക്കിയാൽ അതിലെല്ലാം രണ്ട് കാണും. മഖബൂൽ മർദൂ, സ്വീകരിക്കപ്പെടുന്നത് തട്ടപ്പെടുന്നത്. പക്ഷെ അല്ലാഹുവിന്റെ ഹബീബിന്റെ മേൽ ചെല്ലുന്ന സ്വലാത്ത് അതിന് രണ്ടില്ല. നിസ്കാരമാവട്ടെ, നോമ്പാവട്ടെ, ഹജ്ജാവട്ടെ, ഉംറയാവട്ടെ, ബാക്കി ഏത് കാര്യം നോക്കിയാലും അതെല്ലാം അവന്റെ അവസ്ഥക്കനുസരിച്ച് അവന്റെ മാനസിക സ്ഥിതി എന്തോ അത് വെച്ചുകൊണ്ട് അള്ളാഹു സ്വീകരിക്കും, ഇല്ലേ സ്വീകരിക്കും. സ്വലാത്ത് അങ്ങനെയല്ല, അത് അള്ളാന്റെ ഹബീബിന്റെ മേൽ നമ്മൾ ചെല്ലുന്നതാണ്. അല്ലെങ്കിൽ അള്ളാന്റെ ഹബീബും തമ്മിലുള്ള ഒരു ബന്ധം വെച്ചുകൊണ്ട് നിന്നോ ഇരുന്നോ നടന്നോ എങ്ങനെ ചെല്ലിയാലും അത് അള്ളാഹു സ്വീകരിക്കും. അത് നമ്മളെ വലുപ്പല്ല, അള്ളാന്റെ വലുപ്പമാണ്. അപ്പൊ അങ്ങനത്തെ മഹത്തായ ഒരു സ്മരണക്കാണ് നമ്മൾ ഒരുമിച്ച് കൂടിയത്. അള്ളാന്റെ ഹബീബിനെ ഓർക്കുക എന്നുള്ളത് ഏറ്റവും വലിയ മഹാകാര്യം. ഏതൊരു മനുഷ്യനും അള്ളാഹുവിലേക്ക് ചേരണമെങ്കിൽ ആ വഴിയിലൂടെ പോകണം. എന്തോ ഭൗതികം പഠിച്ച് മനസ്സിലാക്കി അള്ളാന്റെ ഹബീബിനെ കുറിച്ച് എന്തോ പറഞ്ഞാലും ഒരു മനുഷ്യനിക്ക് അള്ളാഹുവിലേക്ക് വാസിലാവണമെങ്കിൽ തന്റെ ഷെയ്ഖിലൂടെ, മുത്ത് ഹബീബിലൂടെ മാത്രമേ സാധ്യമാവൂ. റസൂൽ വേണ്ട എന്ന് പറഞ്ഞാൽ അള്ളാഹുവിലേക്ക് എത്താൻ കഴിയുമോ? സംശയം. ഞാൻ വിശദീകരിക്കുകയല്ല. ധാരാളം പണ്ഡിതന്മാരും സാദാത്യങ്ങളും ഇവിടെ തന്നെ പ്രാസംഗികന്മാരായിട്ടുള്ളവർ തന്നെ ഉണ്ട്. സദസ്സിൽ അതിന് ഉഷാറായിട്ട് പ്രസംഗിക്കുന്നവരുണ്ട്. നിങ്ങളോടാണ് ഞാൻ പറയുന്നത് എന്ന് എനിക്കറിയാം. പക്ഷേ ഇതിങ്ങനെ ഒരു ഭാഷയാണ് ഞാൻ പറയുന്നത്. അല്ലാതെ ഹബീബിലൂടെ ഹബീബിലേക്ക് എത്തണമെങ്കിൽ ഹബീബിന്റെ ഹബീബ് വേണം. അബ്ദാലികൾ എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൽ ഉണ്ടെന്ന് നമുക്കൊക്കെ അറിയാം. ആ അബ്ദാലിന്റെ സ്റ്റേജിലേക്ക് എത്തണമെങ്കിൽ എന്തു വേണം? തന്റെ ഷെയ്ഖിൽ പോകണം. അവിടെ നിന്ന് കേറിയാണ് അല്ലാഹുവിന്റെ ഹബീബ് സുർലരിഹൽ മുസ്തഫ വസിദ് ഇഖാമതൻ ബിഹി സുർത ഹമീം സാവിയൻ ഖൽബിക സിൽസാലിസാൽ. അപ്പൊ മശായിഖിലൂടെ കേറി മുങ്ങി വർഷങ്ങൾ കുളിച്ച് മുതുമയ്യിനത്തിലേക്ക് എത്തുമ്പോഴത്തിന് അവൻ എവിടെ എത്തും? മദീനയില്. പിന്നെ എപ്പോ നോക്കിയാലും അവന്റെ കൽബ് വിട്ടാകാളി പറ്റില്ല എന്ന് പറഞ്ഞതുപോലെ കണ്ണാടി ചിന്തിയാലും വീച്ചാലും കാണാറാവുന്ന സുബ്ഹാനല്ലാഹ്. അതാ മഹാന്മാര് പഠിപ്പിച്ചത്. അവിടെ നിന്നു അതൊരു ഗൗസിന്റെ സ്റ്റേജ്. അവിടെ നിന്നും അവന്റെ കൽബ് പോരൂല. തടി ഏതി കൊണ്ടായാലും എന്നൊക്കെ പറഞ്ഞു അങ്ങനെ പോണ്ടാവും. പക്ഷെ നിൽക്കണത് എവിടെയാണ്? അള്ളാന്റെ ഹബീബിൽ. അതാണ് യഥാർത്ഥ കാമിലായ അള്ളാന്റെ ഹബീബിനെ എങ്ങനെ സ്നേഹിക്കാൻ കഴിയുമോ അങ്ങനെ എല്ലാം സ്നേഹിച്ചുകൊണ്ട്, അള്ളാന്റെ ഹബീബിനെ സ്നേഹിക്കുന്നവരെ സ്നേഹിച്ചുകൊണ്ട്, അവിടുത്തെ അഹ്ലു ബൈത്തിനെ സ്വീകരിച്ച് പിൻപറ്റിക്കൊണ്ട് ജീവിക്കാൻ നമുക്ക് അള്ളാഹ് തൗഫീഖ് നൽകട്ടെ. ആമീൻ.